എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ സാഞ്ചി ആണെങ്കിൽ ഇപ്പൊ ലൂഫിയെ അറ്റാക്ക് ചെയ്യാൻ അവന്റെ അടുത്തേക്ക് വരികയാണ്. യു ആർ അൺബിലീവബിൾ. നിന്നോട് ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? എനിക്കൊരിക്കലും നിങ്ങളുടെ ആ ലോക്കൽ പൈററ്റ്സ് ടീമിൽ ഒരു മെമ്പർ ആവാൻ കഴിയില്ല. ഞാൻ നിങ്ങളോടൊപ്പം വേണമെന്ന് നിങ്ങൾക്ക് അത്ര ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്നും പറയാതെ നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് ബിഗ് മോമിനോട് ക്ഷമ പറഞ്ഞ് അവളുടെ പൈററ്റ് ടീമിൽ ഒരു മെമ്പറായി മാറും. അങ്ങനെ ആവുകയാണെങ്കിൽ നിങ്ങൾക്കും എന്റെ ദാസനായിട്ട് ജീവിക്കാം. അതല്ലാതെ ഇനി ഒരിക്കലും ഞാൻ നിങ്ങളുടെ ടീമിലേക്ക് തിരികെ വരാൻ പോകുന്നില്ല. എനിക്കൊരിക്കലും വെറും ഒരു പൈററ്റായിട്ട് ജീവിക്കാൻ കഴിയില്ല. ലൂഫി, നിന്റെ ആഗ്രഹം കിങ് ഓഫ് പൈററ്റ് ആവണമെന്നല്ലേ? നിന്നെ കൊണ്ട് ഒരിക്കലും അതിന് കഴിയില്ല. നീ വെറും ഒരു കുരങ്ങനെ പോലെയാണ്. ഹ്യൂമൻ നേച്ചർ അതൊരിക്കലും ചേഞ്ച് ആവാനായിട്ട് പോകുന്നില്ല. നിനക്ക് ബുദ്ധിയും ബോധമൊന്നുമില്ല. അതുകൊണ്ടാണ് നീ ഇങ്ങനെ മണ്ടനെ പോലെ പെരുമാറുന്നൊക്കെ പറഞ്ഞ് സാഞ്ചി ആണെങ്കിൽ ലൂഫിയെ ഒരുപാട് കുറ്റപ്പെടുത്തും. അത് കേട്ട് ലൂഫി അവനങ്ങനെ ഫ്രീസായിട്ട് നിൽക്കുകയാണ്. നാമിക്കാണെങ്കിൽ എന്താ പറയണ്ടെന്ന് അറിയില്ല. അവളും അങ്ങനെ ഷോക്കായിട്ട് സാഞ്ചി പറയുന്ന കാര്യങ്ങൾ കേൾക്കും. അവരുടെ പഴയ സാഞ്ചി അവൻ ഒരിക്കലും ലൂഫിയോട് ഇങ്ങനെ പറയില്ല. ലൂഫിയെ ഹേർട്ട് ചെയ്യാൻ അവനെ കൊണ്ടാവില്ല. സത്യത്തിൽ ഇത് ഞങ്ങളുടെ പഴയ സാഞ്ചി തന്നെയാണോ ചിന്തിച്ച് അവളാണെങ്കിൽ സാഞ്ചിയെ തന്നെ നോക്കും. നാമിയാണെങ്കിൽ എന്തെങ്കിലും പറയാൻ ശ്രമിക്കുമ്പോഴേക്കും സാഞ്ചി അവളെ ടെററായിട്ട് നോക്കുകയാണ്. അത് കണ്ട് അവൾ അങ്ങനെ ഫ്രീസായിട്ട് നിൽക്കും. സാഞ്ചി അവന്റെ കലിയും പവറും അതങ്ങനെ കൂട്ടിക്കൊണ്ടുവരാണ്. പവർ അങ്ങനെ കൂടി വരുന്തോറും അവന്റെ കാലങ്ങനെ കയറി വന്ന് കത്തി എരിയാനായിട്ട് തുടങ്ങും. ഞാൻ നിന്നെ അടിക്കുന്ന അടിയിൽ നീ ഇവിടുന്ന് തിരികെ സോ ഐലാൻഡിലേക്ക് തന്നെ ചെന്ന് വീഴുമെന്ന് പറഞ്ഞ് അവൻ അടിക്കാനായിട്ട് തയ്യാറാവും. വിൻസ്മോക്ക് ഫാമിലിക്കാണെങ്കിൽ സാഞ്ചിയുടെ ഇപ്പോഴത്തെ ഡയലോഗും പവറും ആറ്റിറ്റ്യൂഡും ഒക്കെ കണ്ട് ഭയങ്കര സന്തോഷം. അവര് വലിയെന്തോ റോക്കറ്റ് വിട്ട സന്തോഷത്തിൽ ആ കാഴ്ച നോക്കി നിൽക്കും. ഞൊട്ടിയിടയിൽ സാഞ്ചി ആണെങ്കിൽ കറങ്ങി വന്ന് ലൂഫി ആഞ്ഞടിക്കുകയാണ്. നാമിയാണെങ്കിൽ നിലവിളിക്കും നോ. പക്ഷെ അപ്പോഴേക്ക് സാഞ്ചിയുടെ ഹിറ്റ് അതങ്ങനെ ലൂഫിയുടെ മുഖത്ത് ആഞ്ഞടിക്കുകയാണ്. ചോര തുളുമ്പി പല്ല് തെറിച്ച് ലൂഫി ആണെങ്കിൽ 2 റൗണ്ട് കറങ്ങിപ്പോയി അടിച്ചു വീഴുകയാണ്. ലൂഫി ആണെങ്കിൽ തീർത്തു പറയും, നീ എന്നെ എത്രയൊക്കെ അടിച്ചാലും ഞാൻ നിന്നെ തിരികെ അടിക്കില്ല. എല്ലാ അടിയും ഞാൻ ഏറ്റുവാങ്ങും. നിനക്കെന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാനും നാമിയും നമ്മുടെ ടീംമേറ്റ്സും ഫ്രണ്ട്സും അവരെല്ലാവരും ഇവിടേക്ക് വന്നത് നിന്നെ തിരികെ കൊണ്ടുപോകാനാണ്. സോ ഐലാൻഡിൽ നമ്മുടെ ഫ്രണ്ട്സും അവിടെയുള്ളവരെല്ലാവരും നിനക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നതെന്ന് പറയും. പക്ഷെ സാഞ്ചിക്കാണെങ്കിൽ അപ്പോഴും യാതൊരു ഭാവവ്യത്യാസവും ഇല്ല. അവൻ പല്ല് കടിച്ച് ലൂഫിയെ അടിക്കാനായിട്ട് വീണ്ടും അവന്റെ അടുത്തേക്ക് വരികയാണ്. സാഞ്ചി അവനെ പിടിച്ച് വലിച്ച് അങ്ങനെ തല്ലി തല്ലി കൊല്ലുകയാണ്. അവനങ്ങനെ തല്ലും തോറും പഴയ മെമ്മറീസ് സാഞ്ചിയുടെ മനസ്സിലൂടെ കടന്നു പോകും. നാമിയാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, സാഞ്ചി നീ എന്തായി ചെയ്യണേ? നിന്നെ കൂട്ടിക്കൊണ്ടുപോകാനാണ് ഞങ്ങൾ ഇത്രയും സാഹസപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ഇവിടേക്ക് വന്നത്. ലൂഫി അവന്റെ ജീവൻ പോലും പണയപ്പെടുത്തിയാണ് ഇവിടേക്ക് എത്തിയത്. നിനക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് അറിയുമെന്ന് ചോദിച്ച് അവളാണെങ്കിൽ ഓരോരോ കാര്യങ്ങൾ ഇപ്പൊ സാഞ്ചിയോട് പറയാൻ ശ്രമിക്കും. പക്ഷെ സാഞ്ചി അതിനൊന്നും ചെവി കൊടുക്കാതെ ലൂഫിയെ നിർത്താതെ പിടിച്ചു വലിച്ച് അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. നാമി അങ്ങനെ നിർത്താതെ പറയുന്നത് കേട്ടാ ലൂഫി അവനാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, നിർത്തിനടി നീ, സ്റ്റോപ്പ് ദ ഫക്ക്. ഇത് ഞാനും ഇവനും തമ്മിലുള്ള പ്രശ്നമാണ്, അത് ഞങ്ങൾ തീർത്തോളാന്ന് പറഞ്ഞ് ലൂഫി ആണെങ്കിൽ വീണ്ടും വീണ്ടും അവന്റെ പഞ്ചുകൾ 2 കൈ നീട്ടി സ്വീകരിക്കും. സാഞ്ചി അവനോട് പറയും, നീ നിന്റെ ഹോക്കി പവർ അതുപയോഗിച്ച് എന്നെ അറ്റാക്ക് ചെയ്താൽ മാത്രമേ എന്നെ തോൽപ്പിക്കാനാവൂ. പക്ഷെ ലൂഫി ആണെങ്കിൽ അത് മൈൻഡ് ചെയ്യാതെ അങ്ങനെ എല്ലാ അടിയും വാങ്ങിക്കും. അമ്മയ്ക്കാണെങ്കിൽ ആ ഒരു കാഴ്ച അത് കണ്ടു നിൽക്കാനായിട്ട് കഴിയില്ല. സോ അവൾ പൊട്ടിക്കരഞ്ഞ് തിരിഞ്ഞു നിൽക്കുകയാണ്. ഇവിടെ സാഞ്ചി ഗ്യാപ്പ് കൊടുക്കാതെ ലൂഫിയെ പിടിച്ചു വലിച്ച് അച്ചരം പൊച്ചറ അടിക്കുകയാണ്. ലൂഫി അപ്പോഴും തീർത്തു പറയും, നീ എന്തൊക്കെ ചെയ്തിട്ടും യാതൊരു പ്രയോജനവും ഇല്ല. ഞാൻ ഇവിടുന്ന് കടന്നു പോവില്ല. ഞാൻ തിരികെ പോവാണെങ്കിൽ എന്നോടൊപ്പം നീയും ഉണ്ടാവും. അതല്ല എങ്കിൽ നിന്റെ കൈകൊണ്ട് ഞാൻ മരിക്കുമെന്ന് പറയും. അതിന് സാഞ്ചി വീണ്ടും ലൂഫിയെ അടിച്ച് ദൂരേക്ക് തെറിപ്പിച്ചിടും. അതിനുശേഷം സാഞ്ചി അവൻ അങ്ങനെ അവന്റെ കാലിൽ ഒരുപാട് ഫോഴ്സ് കൊടുത്ത് മുകളിലേക്ക് കറങ്ങി പോവും. അവന്റെ കാലിലെ ഫയർ അത് കൂട്ടിയെടുത്ത് നല്ല ഫോഴ്സിൽ പാഞ്ഞു വന്ന് ലൂഫിയെ ആഞ്ഞ് ചവിട്ടും. ആ ഒരു ചവിട്ടും അടിയൊക്കെ കിട്ടി ലൂഫി ആണെങ്കിൽ ബോധം കെട്ട് അങ്ങനെ വീട് കിടക്കുകയാണ്. നാമിയാണെങ്കിൽ അത് കണ്ട് ടെൻസ്ഡായി അവന്റെ അടുത്തേക്ക് ഓടി വരും. അതിനുശേഷം അവനെ കുലുക്കിയും വിളിച്ചും തട്ടിയൊക്കെ എഴുന്നേൽപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ ലൂഫിക്കാണെങ്കിൽ ഒരനക്കം പോലും ഇല്ല. കൺട്രോള് പോയ നാമിയാണെങ്കിൽ ഇപ്പൊ സാഞ്ചിയുടെ അടുത്തേക്ക് നടന്നടുക്കും. അവൾ എല്ലാ കാര്യങ്ങളും ആലോചിച്ച് സാഞ്ചിയുടെ ക്ലോസ് തന്നെ താമസം അവനെ പിടിച്ചു വലിച്ച് അവന്റെ മുഖത്ത് ആഞ്ഞടിക്കുകയാണ്. ഗുഡ് ബൈ. ഇനി ഒരു കാരണവശാലും ഞാനുമായോ ലൂഫിയാൻ ടീമുമായോ നിനക്ക് യാതൊരു ബന്ധവുമില്ല. ഇനി മേലിൽ നിന്റെ ഫേസ് അതെനിക്ക് കാണാനായിട്ട് പാടില്ല. ഇനി സാഞ്ചി ആണെങ്കിൽ പ്രത്യേകിച്ചൊന്നും പറയാതെ അങ്ങനെ തല താഴ്ത്തി നിൽക്കും. വിൻസ്മോക്ക് ഫാമിലിക്കാണെങ്കിൽ അത് വലിയൊരു അപമാനം. വെറും ഒരു സാധാരണക്കാരിയായ പെണ്ണ് അത് വിൻസ്മോക്ക് ഫാമിലിയിലെ ഒരു മെമ്പറിന്റെ ദേഹത്ത് കൈവച്ചിരിക്കുകയാണ്.
ണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. നാമിയെ പണിഷ് ചെയ്യാനും അറ്റാക്ക് ചെയ്യാനും അവരങ്ങനെ വെമ്പി നിൽക്കും. സാഞ്ചി ആണെങ്കിൽ അവരെ തടഞ്ഞ് ഇപ്പൊ ആ വണ്ടിയിൽ കയറി ഇരിക്കുകയാണ്. വിൻസ്മോക്ക് ആള് വാഹനം മുൻപോട്ടെടുക്കാൻ പറഞ്ഞ് അവരുടെ യാത്ര തുടരും. സാഞ്ചിക്കാണെങ്കിൽ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഹൃദയം നുറങ്ങുന്ന വേദനയിൽ മുഖത്ത് കൈവച്ച് അവൻ തല താഴ്ത്തിയിരിക്കും. അതേസമയം ഇവിടെ നമ്മുടെ ലൂഫി അവൻ ചോരയൊക്കെ ഛർദ്ദിച്ച് അതിയെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. അവന്റെ ബോഡിയിൽ ഇടി കിട്ടാത്ത ഒരു സ്ഥലം പോലും ബാക്കിയില്ല. പല്ലൊക്കെ നഷ്ടപ്പെട്ട് ചോരയിൽ കുളിച്ച് അവനങ്ങനെ വികൃതമായിട്ട് നിൽക്കും. അവൻ നിലവിളിച്ചു പറയും, ജി എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാം. തീർച്ചയായിട്ടും എന്തോ ഒരു കാര്യം മനസ്സിൽ ഉറപ്പിച്ചാണ് നീ ഇപ്രകാരം പറഞ്ഞതും ചെയ്യുന്നതും എല്ലാം തന്നെ. പക്ഷേ നീ എന്തൊക്കെ ചെയ്താലും എന്നെ തല്ലിക്കൊന്നാലും തിരികെ വരാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. നീ എത്ര തവണ തിരിച്ചു വന്ന് എന്നെ അറ്റാക്ക് ചെയ്താലും ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. നിന്റെ കൈകൊണ്ടുണ്ടാക്കിയ ഭക്ഷണം അത് കഴിക്കാതെ ഞാൻ ഭക്ഷണം കഴിക്കില്ല. ഇവിടെ കിടന്ന് മരിക്കൂന്ന് അവനങ്ങനെ അടിച്ചു പറയും. നാമിക്കാണെങ്കിൽ അത് കേട്ട് കലിയിളകും. ലൂഫി നീ എന്തായി പറയണേ? അതിന് ലൂഫി ഇത് ഞാനും സാഞ്ചിയും തമ്മിലുള്ള പ്രശ്നമാണെന്ന് പറഞ്ഞ് വീണ്ടും അവൻ വിളിച്ചു പറയും. ഓൾ ബ്ലൂ ആണ് എന്റെ ഡ്രീം പ്ലേസ്. നമ്മൾ നമ്മുടെ ജേണി അത് ഇതുവരെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അത് കേട്ട് ഇവിടെ സാഞ്ചിയുടെ സിസ്റ്റർ റേച്ചു അവൾ സാഞ്ചിയോട് ചോദിക്കും, എന്തു വേണം? വാഹനം അത് നിർത്തണോ? അതിനവൻ പറയും, ഒന്നും വേണ്ട, നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് തന്നെ നമുക്ക് പോകണമെന്ന് പറഞ്ഞ് അവരങ്ങനെ വണ്ടിയിൽ മുൻപോട്ടേക്ക് പോകും. ലൂഫി ആണെങ്കിൽ നോൺ സ്റ്റോപ്പായി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. വെയിൽ വന്നാലും മഴ വന്നാലും സുനാമി വന്നാലും നീ എന്നെ തല്ലി താഴെയിട്ട ഈ ഒരു സ്ഥലത്ത് നിന്ന് ഞാൻ പോവില്ല. നീയാണ് എന്റെ ഷിപ്പിലെ ഷെഫ്. സോ നിന്റെ കൈകൊണ്ടല്ലാതെ ഒരു പിടി ആഹാരം പോലും ഞാൻ ഇനി കഴിക്കില്ല. സാഞ്ചിക്കാണെങ്കിൽ അത് കേട്ട് കൺട്രോൾ പോവും. കാരണം ലൂഫിക്ക് ഒരു ദൗർബല്യമാണെന്ന് അവന് നന്നായിട്ട് അറിയാം. ലൂഫിയുടെ വാക്കുകൾ കേട്ട് അവനങ്ങനെ പൊട്ടിക്കരയാണ്. ലൂഫിയെ തല്ലിയ കുറ്റബോധത്തില് അവന്റെ ഇമോഷൻസിനെ പോലും നിയന്ത്രിക്കാനായിട്ട് കഴിയില്ല. ഒച്ചത്തിൽ അലറി അവൻ ലൂഫി ആയിട്ടുള്ള ഗുഡ് മൊമെന്റ്സ് ആലോചിക്കും. ലൂഫി ആണെങ്കിൽ പഴയ കാര്യങ്ങൾ അതൊന്നൊന്നായിട്ട് ആലോചിച്ച് അങ്ങനെ അവിടെ വീണ് കിടക്കുകയാണ്. ഓൾറെഡി നമ്മുടെ ചക്കൻ കുറെ കാലത്തേക്കുള്ള ഫുഡ് അത് കഴിച്ചതാണ്. അതുകൊണ്ട് അല്പനേരം അവനെ കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നാണ് അവൻ പ്രതീക്ഷിക്കുക. അഞ്ച് തിരികെ വരുന്നുള്ള ഉറപ്പില് അവൻ അങ്ങനെ നിലത്ത് വീണ് കിടക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത്